നമസ്കാരം. കളമശ്ശേരി HMT ജംഗ്ഷനിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ബസ്സിനുള്ളിൽ കയറി കുത്തിക്കൊന്ന കേസിലെ പ്രതി പിടിയിലായി. ഇടുക്കി രാജകുമാരി കഞ്ഞിക്കുഴി മറ്റത്തിൽ വീട്ടിൽ അനീഷ് പീറ്ററിനെയാണ് കൊലപ്പെടുത്തിയത്. വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരുമായി വന്ന അസ്ത്ര ബസ്സിനുള്ളിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12:30-ക്കാണ് സംഭവം നടന്നത്. അനീഷിനെ കുത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട കളമശ്ശേരി ഗ്ലാസ് ഫാക്ടറി നഗർ ചാമപ്പറമ്പിൽ മിനൂപിനെ വൈകിട്ട് മുട്ടത്ത് നിന്ന് പോലീസ് പിടികൂടി. മിനൂപിന്റെ ഭാര്യയുമായി അനീഷിനുണ്ടായിരുന്ന സൗഹൃദമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ശനിയാഴ്ച സർവീസ് നടത്തുന്നതിനിടയിൽ കളമശ്ശേരി HMT ജംഗ്ഷനിൽ വച്ചായിരുന്നു അക്രമം നടന്നത്. മിനൂപ് ബസ്സിൽ ചാടിക്കയറി അനീഷിനെ കുത്തുകയായിരുന്നു. ഇതിനുശേഷം HMT കവലയ്ക്കടുത്തുള്ള ജുമാ മസ്ജിദിന് സമീപത്തെ റോഡിലൂടെ അനീഷിനെ കുത്തിയ കത്തിയുമായി പ്രതി മൂലേപ്പാടം ഭാഗത്തേക്ക് ഓടുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. അനീഷിന്റെ നെഞ്ചിനാണ് കുത്തേറ്റത്. വീണ്ടും കുത്താനുള്ള ശ്രമം തടയുന്നതിനിടയിൽ കൈയിനും കഴുത്തിനും മുറിവേറ്റു. ബസ്സിനകത്തു കുത്തേറ്റ് വീണ അനീഷിനെ ഉടൻ തന്നെ ഡ്രൈവറും മറ്റുള്ളവരും ഓട്ടോറിക്ഷയിൽ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ബസ്സിൽ യാത്രക്കാരായി 4 സ്ത്രീകളും 1 പുരുഷനും മാത്രമാണ് ഉണ്ടായിരുന്നത്. HMT ജംഗ്ഷൻ ജുമാ മസ്ജിദിന് സമീപം ബസ് നിർത്തിയ ഉടൻ തന്നെ മിനു പിൻവാതിലിലൂടെ കത്തിയുമായി ഓടിക്കയറുകയായിരുന്നു. കുത്തിയ ശേഷം രക്ഷപ്പെടുന്നതിനിടയിൽ പ്രതി തള്ളി വീഴ്ത്തിയ യാത്രക്കാരിക്കും പരിക്കേറ്റു. ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനീഷിനെ കുത്തിയ ശേഷം മിനു ഓടിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ CCTVകളിൽ നിന്ന് പോലീസ് ശേഖരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണമാണ് മിനൂപിനെ കുടുക്കിയത്. ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. കൊലപാതകത്തിനായി മിനൂപ് എത്തിയ ഇരുചക്ര വാഹനവും അക്രമം നടന്ന ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദൃക്സാക്ഷിയായ യാത്രക്കാരന്റെ മൊഴിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹിദായത്ത് ഗ്രൂപ്പിന്റെ അസ്ത്ര ബസ്സിലെ കണ്ടക്ടറാണ് അനീഷ്. സർവീസ് നടത്തുന്ന ബസ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് HMT കവലയിൽ ട്രിപ്പ് അവസാനിക്കുകയാണ് പതിവ്. ഇവിടെ അനീഷ് ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാസ്ക് ധരിച്ചെത്തിയ പ്രതി കത്തിയുമായി ഓടിക്കയറി അനീഷിന്റെ നെഞ്ചിൽ കുത്തിയത്. വീണ്ടും കുത്താനുള്ള പ്രതിയുടെ ശ്രമത്തെ അനീഷ് തടുത്തതോടെ കൈയിലും കഴുത്തിലും മുറിവേറ്റു. അനീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പുത്തൻ കോളനിയിൽ മറ്റത്തിൽ പീറ്റർ ലിസി ദമ്പതികളുടെ മകനാണ് അനീഷ്. അവിവാഹിതനാണ്. എന്തായാലും സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഗുരുതര പരിക്കേറ്റ യുവാവ് സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചിരുന്നു.